ഈ സീലിംഗ് എത്രമാത്രം ഉറപ്പുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ക്യാമറ എടുത്ത് അടിച്ചു പൊളിച്ചാലും കമ്പി കൊണ്ട് കുത്തിയാലും പെട്ടെന്നൊന്നും പൊട്ടില്ല. ചെയ്തു കഴിഞ്ഞാൽ അത്രയ്ക്കും ഉറപ്പും ഫിനിഷിങ്ങുമുള്ള ഒരു സീലിംഗാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ സീലിംഗ്. ഇനി ഇതിൻ്റെ ഉറപ്പൊന്നുകൂടി പരീക്ഷിക്കാൻ ഞാനൊന്ന് തൂങ്ങി നോക്കുകയാണ്. സീലിംഗിൽ 3 ഇഞ്ചിൻ്റെ കോവ് വെച്ച ഭാഗം പിടിച്ചാണ് ഞാൻ തൂങ്ങുന്നത്. ഇതിൻ്റെ ഉറപ്പ് മനസ്സിലാക്കി തരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സംഭവിക്കുകയില്ല. സീലിംഗിൻ്റെ കോവിൻ്റെ മുകളിൽ പിടിച്ച് പുഷ്പപ്പെടുത്താലോ അതിൻ്റെ മുകളിൽ തൂങ്ങി നിന്നാലോ അതേപോലെ തന്നെ സീലിംഗിൻ്റെ മുകളിലൂടെ കയറി നടന്നാൽ പോലും ഒന്നും സംഭവിക്കുകയില്ല. ഞാൻ ഈ POPയുടെ ഷീറ്റ് പിടിച്ച് തൂങ്ങിയാണ് മുകളിലേക്ക് കയറുന്നതും അതിൻ്റെ മുകളിലൂടെ നടന്ന് അതേ ഷീറ്റ് പിടിച്ച് തൂങ്ങിയാണ് താഴോട്ട് ഇറങ്ങുന്നതും. ഇനി ഞാനൊരു പഴയ സീലിംഗ് പൊളിച്ച് അവിടെ പുതിയ സീലിംഗ് ചെയ്യാൻ പോവുകയാണ്. നമസ്കാരം, PP ഐഡിയാസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് സീലിങ്ങിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നത് പഠിച്ചു. ഇനി പ്ലാസ്റ്റർ ഓഫ് പാരീസ് സീലിംഗ് പലർക്കും സംശയമുണ്ട്, ഇത് ഉറപ്പുണ്ടാകുമോ? കാരണം ചാനലില്ലാതെ നിലനിൽക്കുന്നതാണല്ലോ. ഇത് എത്രത്തോളം ഉറപ്പുണ്ടാകും, എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ടാവും, ഇതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെ, കോട്ടങ്ങൾ എന്തൊക്കെ നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നിങ്ങളാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കുറേ കാലം മുമ്പ് ചെയ്ത സീലിംഗ് ആണ്. POP കൊണ്ട് സീലിംഗ് ചെയ്താൽ ഉറപ്പുണ്ടാകുമോ എന്ന സംശയം പലർക്കുമുണ്ട്. ഈ സീലിംഗ് എത്രമാത്രം ഉറപ്പുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് POP സീലിങ്ങിൻ്റെ സ്ഥിതി. നമ്മൾ ക്യാമറ എടുത്ത് അടിച്ച് പൊളിച്ചാലും കമ്പി കൊണ്ട് കുത്തിയാലും പെട്ടെന്നൊന്നും പൊട്ടില്ല. ചെയ്തു കഴിഞ്ഞാൽ അത്രയ്ക്കും ഉറപ്പും ഫിനിഷിങ്ങുമുള്ള ഒരു സീലിംഗാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ സീലിംഗ്. ഇനി ഇതിൻ്റെ ഉറപ്പൊന്നുകൂടി പരീക്ഷിക്കാൻ ഞാനൊന്ന് തൂങ്ങി നോക്കുകയാണ്. സീലിങ്ങിൽ 3 ഇഞ്ചിൻ്റെ കോവ് വെച്ച ഭാഗം പിടിച്ചാണ് ഞാൻ തൂങ്ങുന്നത്. ഇതിൻ്റെ ഉറപ്പ് മനസ്സിലാക്കി തരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റുള്ളവർ ഇത് അനുകരിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. നല്ല പൗഡറും നല്ല മെഷും വെച്ച് വൃത്തിയായി ചെയ്താൽ ഒരിക്കലും ഈ സീലിങ്ങിന് ഒന്നും സംഭവിക്കുകയില്ല. സീലിങ്ങിൻ്റെ കോവിൻ്റെ മുകളിൽ പിടിച്ച് പുഷപ്പെടുത്താലോ അതിൻ്റെ മുകളിൽ തൂങ്ങി നിന്നാലോ അതേപോലെ തന്നെ സീലിങ്ങിൻ്റെ മുകളിലൂടെ കയറി നടന്നാൽ പോലും ഒന്നും സംഭവിക്കുകയില്ല. ഞാൻ ഈ POPയുടെ ഷീറ്റ് പിടിച്ച് തൂങ്ങിയാണ് മുകളിലേക്ക് കയറുന്നതും അതിൻ്റെ മുകളിലൂടെ നടന്ന് അതേ ഷീറ്റ് പിടിച്ച് തൂങ്ങിയാണ് താഴോട്ട് ഇറങ്ങുന്നതും. ഇനി ഞാനൊരു പഴയ സീലിംഗ് പൊളിച്ച് അവിടെ പുതിയ സീലിംഗ് ചെയ്യാൻ പോവുകയാണ്. ഈ സീലിംഗ് പൊളിക്കാൻ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് നോക്കുക. സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഏറ്റവും നല്ലത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് സീലിംഗ് ചെയ്യുന്നത് തന്നെയാണ്. നല്ല ഉറപ്പും നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ സീലിംഗ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഡിസൈൻ കണ്ടുവെക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നീട് പൊളിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകും. അധികം ആർഭാടമില്ലാത്ത ഡിസൈൻ ചെയ്താൽ വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഡിസൈൻ ഔട്ടാകുമ്പോൾ വീണ്ടും പൊളിക്കുകയോ മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ റിസ്ക്കായി മാറും. പിന്നീട് ഡിസൈൻ മാറ്റണമെന്നോ അല്ലെങ്കിൽ വേറെ ഡിസൈൻ ആഡ് ചെയ്യണമെന്നോ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ആർഭാടമായുള്ള ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ജിപ്സം ബോർഡ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. എങ്കിൽ നമുക്ക് ബോർഡ് അയക്കാനും ചാനൽ അയച്ച് മാറ്റാനും വീണ്ടും വേറെ ഡിസൈൻ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഡിസൈൻ മാറ്റുകയോ വേറെ ഡിസൈൻ ആഡ് ചെയ്യുകയോ ചെയ്യാൻ കുറച്ച് റിസ്ക് ആയിരിക്കും. അതേപോലെ
പെട്ടെന്ന് പണി തീർക്കാൻ ഉദ്ദേശിക്കുന്നവരും POP കൊണ്ട് സീലിംഗ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം POP കൊണ്ട് സീലിംഗ് ചെയ്താൽ അത് നല്ല പോലെ ഉണങ്ങിയ ശേഷം മാത്രമേ പെയിൻ്റ് അടിക്കാൻ പറ്റുകയുള്ളൂ. ഉണങ്ങാതെ പെയിൻ്റ് അടിച്ചാൽ പിന്നീട് പൂപ്പറങ്ങാനും കളർ വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ POPയുടെ ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതും അതിൻ്റെ രൂപവും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ സീലിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത് എന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് വ്യക്തമായി കാണാം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെയും ജിപ്സം ബോർഡിൻ്റെയും എന്ന് വേണ്ട സീലിംഗ് വർക്കുകളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഞാൻ പറഞ്ഞതിൽ വല്ല പോരായ്മകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സീലിംഗ് പൊളിക്കുന്ന വീഡിയോ പ്രത്യേകമായി ഇടാൻ കാരണം പല ആളുകൾക്കും സംശയങ്ങളുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ സീലിങ്ങിന് ഉറപ്പുണ്ടാകുമോ? പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കണ്ട ആളുകൾക്ക് എന്തായാലും ഈ സീലിങ്ങിൻ്റെ ഉറപ്പ് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സീലിംഗ് വർക്കുകളെക്കുറിച്ചുള്ള വീഡിയോകൾ പാർട്ടായി ചാനലിൽ ഇടുന്നതാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ വളരെ നന്നായിരിക്കും. അങ്ങനെ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ സീലിംഗ് പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ സീലിംഗ് ചെയ്യാമെന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വർക്കിനെ കുറിച്ച് പാർട്ടായി നമുക്ക് ഈ ചാനലിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ